ഉറ്റവരെയെല്ലാം ഉരുളെടുത്ത ഒരൊറ്റ രാത്രി. അച്ഛൻ പ്രശോഭ്, അമ്മ വിജയലക്ഷ്മി, സഹോദരൻ അശ്വിൻ എന്നിവരെ കുഞ്ഞ് അവന്തികയ്ക്ക് നഷ്ടമായി. എല്ലാം ഇന്നലെ നടന്നതുപോലെ അവന്തികയുടെ ഓർമ്മയിലുണ്ട്. അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നപ്പോൾ ഞാൻ എന്താ ഒച്ച ഇട്ടിട്ട് നീറ്റപ്പോൾ ആരോ തൊട്ട്. അപ്പം തന്നെ എന്താ വെള്ളവും മണ്ണൊക്കെ വന്നിട്ട് എനിക്ക് ശ്വാസം കിട്ടാണ്ട്. അപ്പം തന്നെ താഴ്ന്ന് 2 ചേട്ടന്മാർ വന്നിട്ട് എന്നെ എടുത്തു. എന്നിട്ട് എവിടെയോ കൊണ്ടുപോയിട്ട് എന്നെ ഇരുത്തി. എന്നിട്ട് പോയപ്പോൾ ഞാൻ ചെറിയച്ഛനെ കണ്ടു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ടാക്സി ഡ്രൈവറായിരുന്നു അവന്തികയുടെ അച്ഛൻ. ചൂരൽമലയിൽ 5 സെന്റ് സ്ഥലം വാങ്ങി വീട് പണിയാനുള്ള ഒരുക്കത്തിനിടെയാണ് എല്ലാം ഉരുൾ കവർന്നത്. അച്ഛൻ്റെ സഹോദരൻ പ്രദീപിനൊപ്പം വാടക വീട്ടിലാണ് അവന്തികയുടെ ഇപ്പോഴത്തെ താമസം. മോളെ കിട്ടിയപ്പോൾ എനിക്ക് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഏട്ടൻ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഏട്ടൻ്റെ മോൻ അവിടെ ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ രാവിലെ അവിടെ ഞാൻ പോയി നോക്കിയപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ ഇതായി. ഓർമ്മകളിപ്പോഴും ഇന്ന് നടന്ന മാതിരി തന്നെ ഉണ്ട്. അതിന് ശേഷമുള്ള ജീവിതം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഭയങ്കര ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മകൾ ഇടയ്ക്കിടെ അലോസരപ്പെടുത്താനെത്തും. ഒപ്പമുള്ളവരുടെ ചേർത്ത് നിർത്തലാണ് അവന്തികയ്ക്ക് തുണയാകുന്നത്. അതിജീവനത്തിൻ്റെ കുഞ്ഞു മുഖമാവുകയാണ് ഈ 4ാം ക്ലാസ്സുകാരി.